നമ്മളുടെ മുദ്രാവാക്യം സ്ത്രീ സുരക്ഷ. ഹൈക്കമാൻഡ് കോപ്പ് തീരുമാനിച്ചാലും VD സുധീശൻ മുഖ്യമന്ത്രിയായാലും ഞങ്ങളുടെ ഗ്രൂപ്പ് കൂട്ടത്തോടെ രാജിവെക്കും. അല്ല ഈ കൈക്കെന്ത് പറ്റിയതാണ്? അത് ഞങ്ങൾ ചോദിക്കാൻ മറന്നുപോയി. അത് വീഡിയോ കേസ് ഒന്നും ചർച്ചയിൽ അവന്റെ ആൾക്കാർ തല്ലി. അല്ല നിങ്ങളൊരു മുന്നണിയല്ലേ? ഒരു അങ്ങനെ സാധാരണ മുന്നണിയൊന്നും അല്ല, ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതിന്റെ സൗന്ദര്യമാണ് നിങ്ങൾ. അപ്പോ ഇലക്ഷൻ ജയിച്ച സ്ഥിതിക്ക് എന്താണ് നിങ്ങളുടെ ഇലക്ഷൻ തന്ത്രങ്ങൾ? നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ്? നമ്മളുടെ മുദ്രാവാക്യം സ്ത്രീ സുരക്ഷ. തകർപ്പൻ വിജയത്തിന് ശേഷം സിന്ധു കൃഷ്ണ ഇതാ മന്ദിരം ഭവനിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത്. ഇതാ മന്ദിരം ഭവനിലെ വാതിൽ തുറന്ന് സിന്ധു കൃഷ്ണ കയറിയിരിക്കുകയാണ്. എന്റെ സിന്ധു ഇങ്ങോട്ട് വാ. മഞ്ജു ഇതാ കുനിച്ചീർത്തിക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. ഒരു പാർട്ടി യുവാവ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്ന് ആവശ്യപ്പെട്ട് സൈന്യപ്രശ്നം നടത്തുന്നു. എന്താണിത്? കൃഷിനും പാരിതോഷ്യം കൈവാങ്ങിയ നമ്മുടെ നേതാവ് നമ്മളോട് സാർ ഇത്തവണ ആരായിരിക്കും നമ്മുടെ ഒരു മുഖ്യമന്ത്രിയായി വരിക? KC സുധീശൻ ചെന്നിത്തലയായിരിക്കും ഇത്തവണ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇപ്പൊ 3 പേരും ഉണ്ടല്ലോ. ഉണ്ട്. തിങ്കളും ചൊവ്വയും KC, ബുധനും വ്യാഴവും സുധീശൻ, വെള്ളിയും ശനിയും നമ്മുടെ ചെന്നിത്തല വിളിച്ചോട്ടെ. അപ്പൊ ഞായറാഴ്ച അവധി വേണമെങ്കിൽ അത് നമുക്ക് മറ്റേ ലീഗിന്റെ കുഞ്ഞാപ്പ കൊണ്ടുപോയിക്കോട്ടെ. അടുത്ത ആളിലേക്ക് ഇതിൽ ചോദിച്ചിട്ട് കൂടുതൽ കാര്യമില്ല. അതാ കുണ്ടറിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ചിത്രം. ഒരു അണിയായി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എന്താണ് പ്രശ്നം? VD സുധീശനെ നേതാവാക്കിയില്ലെങ്കിൽ അമ്മച്ചാണ് ഞാൻ ഇത് ഒഴിച്ച് കൊളുത്തിച്ചോ. VD സുധീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അണിയായി അത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് മുതിരുന്നു. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? തിരുമേനി 2 ശത്രു സംഹാരം. ഒന്ന് KC, മറ്റേത് VD. നടത്തുന്നത് സുരേഷ് ചെന്നിത്തല. അവിടെ പോയി ബില്ല് വാങ്ങിച്ചോ കേട്ടോ. പിന്നെ പുണർത്ത നാളാ കേട്ടോ. പുണർന്ന നാളല്ലേ? 2 വെടിയും കൂടെ കാച്ചിയത് ഒത്തിരി അല്ല.